അച്ഛനാവല്ലോരല്ലേ. അപ്പം അതുകൊണ്ട് തൻ്റെ അച്ഛനെ വിബോധിപ്പിച്ചു. വേണ്ട പോലെ ശീതോപചാരങ്ങളെ കൊണ്ട് മോഹാലസ്യത്തിൽ നിന്ന് വിവരിച്ചതിനാക്കി തീർക്കുക. എന്നുവെച്ചാൽ വീശിക്കൊടുക്കുക, അതുപോലെ തന്നെ മുഖത്ത് വെള്ളം തളിച്ചു കൊടുക്കുക, കയ്യും കാലുമൊക്കെ തിരുമ്പി കൊടുക്കുക ഇത്യാദികളായിട്ടുള്ള പ്രഥമ ശുശ്രൂഷകൾ സാധാരണ മോഹാലസ്യം വരുമ്പോൾ പരിഭ്രണ്ടേനും സ്നേഹണ്ടേനും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, എന്തൊക്കെ നിശ്ചയുണ്ട്, എന്തൊക്കെ നിശ്ചയില്ല, ഒന്നും നിശ്ചയില്ലാത്ത അവസ്ഥയാണെങ്കിലും ശുശ്രൂഷിക്കുമല്ലോ. ആ ശുശ്രൂഷ കൊണ്ട് ആത്മപിതരം വിബോധ്യ, ആത്മപിതാവിനെ വിബോധിച്ചു. മോഹാലസ്യത്തിൽ നിന്ന് വിവരിച്ചതിനാക്കി തീർത്ത ശേഷം നോക്കുക, അച്ഛാ എന്താ അത്, എന്തേ അച്ഛന് പറ്റിയേ? കണ്ണു വിളിച്ചു നോക്കിയപ്പോൾ തൻ്റെ പുത്രനാ. കഷ്ടേ കഷ്ടം. എന്താ ഈ തനിക്ക് ആ കണ്ണു വിഴിക്കലും പൂർവാവസ്ഥ ഓർമ്മ വന്നു. തൻ്റെ പ്രിയതമ, രണ്ടാമത്തെ പ്രിയതമ പുത്രത്തെ കഴുത്തു മുറിക്കണമെന്നാണല്ലോ ശഠിക്കണ്ടായി. അപ്പം അതെന്താ വേണ്ടത് നിശ്ചയില്ലാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വിബോധ്യ, ബോധമുണ്ടായി. ബോധം ഉണ്ടായപ്പോൾ എന്താ, അതോടുകൂടി ഉണ്ണിയെ കണ്ടു. ഉണ്ണിയെ കണ്ടപ്പോഴോ വീണ്ടും ഓമോഹ്യമാനേ നൃപേ മോഹാലസ്യ